Hey all, hope you all are doing good. I'm Jasra from Happy English here with our new session. So dear students, today let's listen to a story. Okay, I'll just give you a few sentences and later we'll discuss why. Okay, so imagine we have two characters, Sarah and Paul. Okay, so Sarah went to the office last week. Paul also went to the office, but they didn't see each other. Paul left the office at 10:30 and Sarah arrived at 11:30. Okay, so Sarahയും Paulum office-ലേക്ക് പോയിട്ടുണ്ട്, but they didn't meet each other because Paul left the office at 10:30. 10:30ക്ക് Paul ഓഫീസിൽ നിന്ന് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു, but Sarah arrived there at 11:30. 11:30 ആയപ്പോഴാണ് Sarah arrive ആയത്. ഓക്കെ, അതുകൊണ്ടാണ് അവർ കാണാത്തത്. സോ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു 4 സെൻറ്റൻസ് നമുക്ക് ജസ്റ്റ് ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് പറയാം. എങ്ങനെ? When Sarah arrived at the office, Paul wasn't there. He had gone already. Or again, contracting it, we can say when Sarah arrived at the office, Paul had already left or gone. Paul already പോയിട്ടുണ്ടായിരുന്നു എന്നോ ലെഫ്റ്റ് ഓർ ഗോൺ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് ഈ രണ്ട് വേർഡ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. സോ ഹാഡ് ഗോൺ അല്ലെങ്കിൽ ഹാഡ് ലെഫ്റ്റ്, ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ ടുഡേ. സോ നമ്മൾ ഓൾറെഡി ഹാവും ഹാസും ഒക്കെ പറഞ്ഞു, ബട്ട് ഹാഡ് പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ രീതിക്ക് വിൽ ബി മെൻഷനിങ് ടു ഇവൻറ്റ്സ് that happened in the past. Okay, പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. സാറ ഓഫീസിലേക്ക് പോയതും നടന്നതാണ്, പോൾ പോയതും നടന്നതാണ്. ബട്ട് അതിൽ സാറ വെന്റ് ടു ദി ഓഫീസ്, സാറ ഓഫീസിലേക്ക് പോയി. ആ ഒരു കാര്യത്തിന് മുൻപേ നടന്ന മറ്റൊരു കാര്യമുണ്ട്, പോൾ ഹാഡ് ഗോൺ ഓൾറെഡി. സാറ ഓഫീസിലേക്ക് പോയതിന് മുൻപ് തന്നെ പോൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. സോ ഒരു പാസ്റ്റ് ആയിട്ടുള്ള ഇവൻറ്റിൻ്റെ മുൻപ്, ആ ഒരു പാസ്റ്റിൻ്റെ മുൻപ് നടന്ന ഒരു പാസ്റ്റിനെ പറയാനായിരിക്കും നമ്മൾ ഹാഡ് പ്ലസ് V3 യൂസ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് വിത്ത് ദിസ് വൺ സെൻറ്റൻസ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? നമ്മൾ അധികം അവിടെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വി ആർ സ്പീക്കിംഗ് അബൌട്ട് 2 പാസ്റ്റ് ഇവൻറ്റ്സ്. അതിൽ ഒരു പാസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിൻ്റെ മുൻപ് തന്നെ നടന്ന, ഒരു പാസ്റ്റിൻ്റെ മുൻപേ നടന്ന മറ്റൊരു പാസ്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് we will use had plus third form of the verb. Okay, so we will see one more example for this. So please look at this example. When we got home last night, we found that somebody had broken into our house. Okay, so when we got home last night, നമ്മൾ എവിടെയോ പോയി, പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഞാൻ പറയാണ്, ഞങ്ങൾ ഇന്നലെ വീട്ടിലെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആരോ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിട്ടുണ്ട്. നമ്മൾ ഈ കയറിക്കൂടില്ല, അതിക്രമിച്ച് കയറുമല്ലോ, അതിനാണ് ബ്രോക്കൺ ഇൻ ടു എന്ന് പറയാം. ബ്രേക്ക് ഇൻ ടു എന്നുള്ളതിൻ്റെ ബ്രോക്കൺ. സോ ബ്രോക്കൺ ഇൻ ടു എന്നുള്ളത് അതിൻ്റെ തേർഡ് ഫോം ആണ്. സോ ഇങ്ങനെ നമ്മൾ കടന്നു കയറുന്നതിനാണ് ബ്രോക്കൺ ഇൻ ടു എന്ന് പറയുക. അപ്പം ഞാൻ പറയുക, ഞങ്ങൾ തിരിച്ചെത്തി നോക്കുമ്പോഴാണ് മനസ്സിലായി ആരോ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ, ഞങ്ങൾ ഇല്ലാത്ത ടൈമിൽ. സോ വെൻ വി ഗോട്ട് ഹോം, ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയ സമയത്ത് നടന്നൊരു കാര്യമാണ്. ഞങ്ങൾ വീട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു പാസ്റ്റ് ആണ്. ബട്ട് വി ആർ ഓൾസോ മെൻഷനിങ് സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ബിഫോർ ദിസ് ഇവൻറ്റ്. ഈ പാസ്റ്റിൻ്റെ മുൻപ് നടന്നതാണ്. സംബഡി ഹാഡ് ബ്രോക്കൺ ഇൻ ടു ആർ ഹൗസ്, വീട്ടിൻ്റെ ഉള്ളിലേക്ക് ആരോ കയറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതിൻ്റെ മുൻപ് നടന്നതാണ്. സോ വി ആർ മെൻഷനിങ് 2 ഇൻസിഡൻറ്റ്സ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. ഓക്കെ, സോ അതിൽ ഏറ്റവും പാസ്റ്റിൽ നടന്ന കാര്യം ഏതാണോ, ഒരു പാസ്റ്റിൻ്റെ മുൻപ് നടന്നത് ഏതാണോ, അവിടെ ആയിരിക്കും ഹാഡ് പ്ലസ് V3 യൂസ് ചെയ്യുന്നത്. സോ നൗ ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് സെഷൻ. Okay, so in these kind of sentences we are mentioning 2 events that happened in the past. അപ്പം ഒരു കാര്യത്തിൻ്റെ, ഒരു പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തിൻ്റെ മുന്നേ നടന്ന മറ്റൊരു കാര്യം കൂടെ പറയുന്നതും കൊണ്ട് can we use the preposition before here? ഈ ടൈപ്പ് സെൻറ്റൻസസ് നമുക്ക് ബിഫോർ യൂസ് ചെയ്ത് പറഞ്ഞൂടെ? ഓഫ് കോഴ്സ് യെസ്. സോ നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യം, സാറ ഓഫീസിലേക്ക് എത്തിയപ്പോഴേക്കും പോൾ പോയിട്ടുണ്ടായിരുന്നു. വെൻ സാറ അറൈവ്ഡ് അറ്റ് ദി ഓഫീസ്, പോൾ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് എന്നുള്ളത് നമുക്ക് ബിഫോർ യൂസ് ചെയ്ത് പറയാം. ഇതിന് നമ്മൾ അവസാനം പറഞ്ഞ സെൻറ്റൻസ് മുൻപിലേക്ക് കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് പോൾ ഹാഡ് ലെഫ്റ്റ് ബിഫോർ സാറ അറൈവ്ഡ് അറ്റ് ദി ഓഫീസ്. സാറ ഓഫീസിൽ എത്തുന്നതിന് മുൻപേ തന്നെ പോൾ പോയിട്ടുണ്ടായിരുന്നു എന്നാണല്ലോ അവിടുത്തെ മീനിങ്. സോ ബിഫോർ യൂസ് ചെയ്ത് ഈ ഒരു സെൻറ്റൻസ് നമുക്ക് പറയാൻ പറ്റും. സച്ച് സെൻറ്റൻസസ് ദാറ്റ് വി ഡിസ്കസ്ഡ് ഏർലിയർ ക്യാൻ ഓൾസോ ബി framed using the preposition before. Okay, appurum nammal Paul had left
or Paul had gone എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഹാഡ് പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ വി വിൽ സീ മോർ എക്സാമ്പിൾസ് ഫോർ ദിസ്. ഓക്കെ, I had played with the ball before teacher came to the classroom. ടീച്ചർ ക്ലാസ് റൂമിലേക്ക് വരുന്നതിൻ്റെ മുൻപ് ഞാനൊരു ബോൾ യൂസ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് പ്ലേഡ്, കളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഐ ഹാഡ് പ്ലേഡ് വിത്ത് എ ബോൾ ബിഫോർ ടീച്ചർ കെയിം ടു ദ ക്ലാസ് റൂം. സെയിം സെൻറ്റൻസിൽ നമുക്ക് സബ്ജക്റ്റ് മാറ്റിയിട്ട് ഷീ ആക്കി നോക്കാം. സോ ഷീ ഹാഡ് പ്ലേഡ് വിത്ത് എ ബോൾ before teacher came to the classroom. So there is no any other difference other than the subject. Subject നമ്മൾ I മാറ്റി she ആക്കി എന്നല്ലാതെ nothing else is changing there. Okay, that is the specialty of the auxiliary verb had. നമ്മൾ verb അവിടെ കൊടുത്തിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. Whether it is I or she or any singular, plural, no matter, you can use had. Okay, there is no difference while your subject is changing. അപ്പം ഇവിടെ I ആണെങ്കിലും she ആണെങ്കിലും ഒക്കെ ഈ സെൻറ്റൻസിൽ സെയിം രീതിക്ക് തന്നെ ആയിരിക്കും. ഷീ ഹാഡ് played with a ball before teacher came to the classroom. Okay, and now if we are using a negative sentence, ഇവിടെ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സെയിം തിങ് ഇഫ് യു ആർ യൂസിങ് എ നെഗറ്റീവ് സെൻറ്റൻസ് ഓൾസോ. ജസ്റ്റ് അതിലേക്ക് ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വി വിൽ ടെൽ അബൌട്ട് ദിസ് സെയിം സെൻറ്റൻസ്. ഓക്കെ, I had not played with a ball before teacher came to the class. ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഞാൻ ബോൾ കൊണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ആഡ് നോട്ട് ആഫ്റ്റർ ഹാഡ്. ഐ ഹാഡ് നോട്ട് പ്ലേഡ്. ഓക്കെ, ഓർ ഇഫ് യുവർ സബ്ജക്റ്റ് ഇസ് ഷീ ഹാഡ് നോട്ട് പ്ലേഡ് വിത്ത് എ ബോൾ ബിഫോർ ടീച്ചർ കെയിം ടു ദ ക്ലാസ്. ഓക്കെ, ആൻഡ് ദെൻ വി വിൽ സീ അനദർ എക്സാമ്പിൾ. They had learned the answer before teacher taught them. ടീച്ചർ അവരെ പഠിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അവർ ആൻസർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്നാ പറഞ്ഞത്. They had learned the answer before teacher taught them. ഈ ഒരു സെൻറ്റൻസിലും you can use multiple varieties of subjects, but the sentence structure doesn't change. Okay, she had already learned the answer before teacher taught her or anything. You can use any other subjects and there won't be any other differences. With any subjects you can use the auxiliary verb had plus the third form of the verb. Okay, so it's clear, right? Now let's move on to our activity. So you are given with few Malayalam sentences here. Please try to translate these sentences and you can send to your personal trainer. Okay, so let's go through the sentences. Your first one is, ഞാൻ ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ എൻ്റെ കൂട്ടുകാർ അതിനു മുൻപേ തന്നെ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സെക്കൻഡ് വൺ, അവൻ ഇതിനു മുൻപ് വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, തേർഡ് വൺ, രമേശ് ഞങ്ങളുടെ കൂടെ പാർക്കിലേക്ക് വന്നില്ല കാരണം അവൻ അതിനു മുൻപേ തന്നെ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ, ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ ബസ് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദി ലാസ്റ്റ് വൺ, ഞാൻ അവളുടെ വീട്ടിൽ പോയപ്പോൾ അവൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ദീസ് ആർ ദി സെൻറ്റൻസസ് ഫോർ യു ടു ട്രാൻസ്ലേറ്റ് ഇൻ ടു ഇംഗ്ലീഷ്. സോ ട്രാൻസ്ലേറ്റ് കെയർഫുള്ളി. നമ്മളിപ്പോൾ പറഞ്ഞ അത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് യു ക്യാൻ സെൻഡ് ഇറ്റ് ടു യുവർ പേഴ്സണൽ ട്രെയിനർ. ഓക്കെ, so dear students, you have got the accent training session today. Here is your video clip. Your video will be played after this, and listen to your clip very carefully, and then you can send it as a voice message as you do it usually. Okay, so take care, have fun. We'll meet in our next class. Bye bye.